ഭാരതവും യുഎസും തമ്മിലുള്ള വാണിജ്യ ധാരണ സംബന്ധിച്ച് പ്രതീക്ഷയുണർത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ധാരണ വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നും എസ് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യൻ പ്രതിനിധി സംഘവുമായുള്ള ചർച്ചകൾ യുഎസിൽ പുരോഗമിക്കുകയാണ്. കാർഷികോൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതി സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച തുടരുകയാണ്. വിവിധ മേഖലകളിൽ താരിഫ് നിരക്ക് ഏകീകരിക്കുന്ന സംബന്ധിച്ചുള്ള ചർച്ചകളുമാണ് പുരോഗമിക്കുന്നത്. വാണിജ്യ ധാരണ വൈകാതെ നടപ്പാക്കും എന്ന് അമേരിക്കയും സ്ഥിരീകരിച്ചിരുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഭാരതവും യുഎസും തമ്മിലുള്ള വാണിജ്യ ധാരണകൾ പ്രതീക്ഷയുണർത്തുന്നത് തന്നെയാണോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും? രോഹിണി, തീർച്ചയായും പ്രതീക്ഷയുണർത്തുന്ന ചർച്ചകളാണ് പുരോഗമിക്കുന്നത് എന്നാണ് എസ് ജയശങ്കർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എസ് ജയശങ്കർ പറയുന്നതനുസരിച്ച് ഈ ആഴ്ചയിൽ തന്നെ, അതായത് വൈകാതെ തന്നെ ഈ തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ ഈ വാണിജ്യ ചർച്ചകൾ സംബന്ധിച്ച് ഒരു അന്തിമ ധാരണ ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. അമേരിക്കയും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികളും ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ പ്രധാനമായും കാർഷികോൽപ്പന്നങ്ങളും ഡയറി ഉൽപ്പന്നങ്ങളും സംബന്ധിച്ച അധിക താരിഫ് ചുമത്തുന്നത് സംബന്ധിച്ച ചർച്ചകളാണ്. ആ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതിലൊരു അന്തിമ തീരുമാനമായാൽ ഈ ചർച്ചകളിൽ അന്തിമ ധാരണയിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ചകൾ ശക്തമായി പുരോഗമിക്കുന്നു എന്നും അറിയുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 25 വർഷത്തിലേറെയായി മികച്ച വാണിജ്യബന്ധം നിലനിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ സാധ്യതകൾ വളരെയധികം വലുതാണ്, സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അന്താരാഷ്ട്ര നിരീക്ഷകരും എല്ലാം തന്നെ വിലയിരുത്തുകയും എസ് ജയശങ്കർ പോലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തത്. ചർച്ചകൾ അതിവേഗം നടക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ജൂലൈ 9 നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ അധിക താരിഫ് ഏർപ്പെടുത്തുന്നതിന് 90 ദിവസത്തെ മരവിപ്പിക്കൽ നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ മരവിപ്പിച്ച കാലാവധി ജൂലൈ 9 അവസാനിക്കാനിരിക്കുമ്പോൾ ഈ മാസം 8 തന്നെ ചർച്ചകൾ അവസാനിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ്, അല്ലെങ്കിൽ അതിലൊരു അന്തിമ തീരുമാനം എത്തുക എന്ന ലക്ഷ്യമാണ് ചർച്ചകൾക്കുള്ളത്. അതിൻ്റെ ഭാഗമായി ചർച്ചകൾ പുരോഗമിക്കുന്നു. ഈ ആഴ്ച തന്നെ വൈകാതെ ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോടുകൂടി അന്തിമ തീരുമാനത്തിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഒരുപക്ഷെ അതിന് നേരത്തെയും കാര്യങ്ങൾ നടപ്പാകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയും ലഭ്യമാകുന്നുണ്ട്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.